ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഭട്ടൂരയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഡിന്നറിൻ്റെ സമയത്തും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഭട്ടൂര എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റവയും മൈദയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഭട്ടൂര തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് അതൊരു കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 കപ്പ് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റവ എടുത്ത അതേ അളവ് ഗ്ലാസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതാ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഈ ഭട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നിയാൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തൂവി കൊടുത്തിട്ട് നമുക്കൊരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ നമുക്കിത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എങ്കിൽ നമ്മുടെ മാവ് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാനിതാ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഒന്നും കൂടി ലൂസായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കി മാറ്റണം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിൻ്റെ മാതിരി പറ്റ നൈസാക്കിയിട്ട് ഇത് പരത്തിയെടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഷേപ്പുള്ള കട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ ചെയ്തെടുക്കാം. അതല്ല ട്രയാങ്കിൾ ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കാണാനൊരു ഭംഗിയല്ലേ ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഭട്ടൂരയും എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അതാ കണ്ടില്ലേ, നമുക്കിത് മറിച്ചിടാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ എല്ലാ ഭട്ടൂരയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഡിന്നറിൻ്റെ സമയത്തും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ബീഫിൻ്റെ ഗ്രേവി അതുപോലെ തന്നെ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബീഫ് ചില്ലിയുടെ ഗ്രേവിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.